ആഴിയാഴത്തിൽ ഞാൻ കിടന്നു, ഉയിരു എന്നെ മറ പിടിച്ചു. ആഴിയാഴത്തിൽ ഞാൻ കിടന്നു, ഉയിരു എന്നെ മറ പിടിച്ചു. അവൻ തിരുക്കരം തേടിയെത്തി, തന്റെ മാറോടു ചേർന്നണച്ചു. അവൻ തിരുക്കരം തേടിയെത്തി. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 55-ാം സങ്കീർത്തനം 5-ാം വാക്യം. ഭയവും വിറയലും എന്നെ പിടിച്ചിരിക്കുന്നു, പരിഭ്രമം എന്നെ മൂടിയിരിക്കുന്നു. ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്കും ഭയമുണ്ടാകാം. വിശ്വാസം എന്നത് ഭയമില്ലാത്ത ജീവിതമല്ല, ഭയത്തിനിടയിലും ദൈവത്തിൽ ആശ്രയിക്കുന്ന ജീവിതമാണ്. ഇന്ന് പലരും രോഗത്തെയും സാമ്പത്തിക ബുദ്ധിമുട്ടുകളെയും പരാജയങ്ങളെയും ഭയപ്പെടുന്നു. ഈ ഭയങ്ങൾ നമ്മുടെ മനസ്സിനെയും ആത്മാവിനെയും തളർത്തുന്നു. എന്നാൽ ദാവീദിനെ പോലെ നാം നമ്മുടെ ഭയങ്ങൾ ദൈവത്തിന് മുൻപിൽ തുറന്ന് പറയണം. ദാവീദ് തൻ്റെ വികാരങ്ങൾ മറച്ചുവെച്ചില്ല. തൻ്റെ ദുഃഖവും ഭയവും ദൈവത്തോട് തുറന്ന് സമ്മതിക്കുന്നു. പലപ്പോഴും നാം മനുഷ്യരുടെ മുൻപിൽ അഭിനയിക്കുന്നവരാണ്. എന്നാൽ ദൈവസന്നിധിയിൽ അഭിനയിക്കേണ്ട കാര്യമില്ല. നമ്മുടെ കണ്ണുനീരും വേദനയും ഭയവും എല്ലാം അവൻ അറിയുന്നവനാണ്. അവൻ നമ്മെ കുറ്റപ്പെടുത്തുകയില്ല, മറിച്ച് ആശ്വസിപ്പിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യും. ഇന്നത്തെ ധ്യാനത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന 3 ആത്മീയ പാഠങ്ങൾ: 1, ഭയം വരുമ്പോൾ അത് മറച്ചു വയ്ക്കാതെ ദൈവസന്നിധിയിൽ കൊണ്ടുവരിക. 2, പ്രാർത്ഥനയിലൂടെ നമ്മുടെ ഹൃദയം ദൈവത്തോട് തുറക്കുക. 3, ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ ഉറച്ച് നിൽക്കുക. സാഹചര്യങ്ങൾ മാറിയാലും ദൈവം മാറുന്നില്ല. അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും ഒരുപോലെ തന്നെ നമ്മുടെ കൂടെ നിൽക്കുന്നവനാണ്. പ്രിയമുള്ളവരെ, ഭയം നിങ്ങളുടെ അവസാനമല്ല. ദൈവത്തിൻ്റെ സാന്നിധ്യത്താൽ ഭയം സമാധാനമായി മാറും. ദൈവത്തിൻ്റെ കൈകളിൽ ഏൽപ്പിക്കുന്ന ജീവിതം ഒരിക്കലും പരാജയപ്പെടുകയില്ല. നമ്മുടെ കണ്ണുകൾ സാഹചര്യങ്ങളല്ല നോക്കേണ്ടത്, കർത്താവിൻ്റെ മുഖത്തേക്ക് ഈ നാളുകൾ നമുക്ക് നോക്കാം. നമ്മുടെ ഹൃദയം ഭയത്താലല്ല, വിശ്വാസത്താൽ നിറയപ്പെടട്ടെ. ഭയം നമ്മെ പിടിച്ചാലും ദൈവകൃപ നമ്മെ താങ്ങും. അതുകൊണ്ട് എല്ലാ ഭാരങ്ങളും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. അവൻ നമ്മെ കൈവിടുകയില്ല, തളരുവാൻ അനുവദിക്കുകയില്ല. അവസാനം വരെ വിശ്വസ്തരായി നമ്മെ നടത്തുവാൻ ശക്തനുമാണ്. പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ എല്ലാ ഭയങ്ങളും ആശങ്കകളും നിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. എൻ്റെ ഹൃദയത്തിൽ നിൻ്റെ സമാധാനം കൊണ്ട് നിറയ്ക്കണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.